കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 44 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിസ്മയഭരിതരായിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ ചെറിയൊരു വചനഭാഗമാണ് നമ്മൾ കേട്ടത്. പക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാതലായ ഒരു സന്ദേശം നമുക്ക് ഈ വചനഭാഗം തരുന്നുണ്ട്. ഇവിടെ ജനക്കൂട്ടം മുഴുവനും യേശുവിൻ്റെ പ്രവൃത്തികളിൽ വിസ്മയഭരിതരായിട്ട് നിൽക്കുക. അപ്പോൾ അതിന് കാരണമുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരപ്പൻ ഒരു മകനെയും കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനാണ്. ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ മൂലം ഈ ബാലനിൽ ബാധിച്ചിരുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കുകയും അത്ഭുതകരമായ വിടുതൽ ആ കുഞ്ഞിന് ലഭിക്കുകയും ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അത്ഭുതം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ദൈവ മഹത്വത്തിൻ ആ ഒരു ചൈതന്യത്തിൽ വിസ്മയഭരിതരായിട്ട് നമ്മൾ നിൽക്കും, അല്ലേ? അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്കൊരു വിസ്മയമുണ്ട്. വേണ്ട ചെറിയൊരു മാജിക്ക് കണ്ടാൽ പോലും നമുക്കതിലൊരു വിസ്മയമുണ്ട്, അല്ലേ? മാജിക് കാണി ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വിസ്മയം നമ്മുടെ മുഖത്തും നമ്മുടെ ഭാവത്തിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ബാലനിൽ നിന്നും ആ അശുദ്ധാത്മാവിനെ പുറത്താക്കുകയും ആ സംഭവവികാസങ്ങൾ കണ്ട ഒരു ജനത വല്ലാതെ വിസ്മയഭരിതരായിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാനിനി പറയാൻ പോകും, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. ഞാനിനി അങ്ങോട്ട് സഹിക്കാൻ പോവുക, പീഡിപ്പിക്കപ്പെടാൻ പോവുക, ദൈവിക പദ്ധതിക്ക് കുരിശുമരണത്തിനുമായിട്ട് വിധേയപ്പെടാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഗ്രഹിക്കാനും പറ്റും, സ്വീകരിക്കാനും പറ്റും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും മാത്രമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ സഹനത്തിലൂടെയും തൻ്റെ കുരിശുമരണത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഒക്കെ ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ മഹത്വം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ പ്രശ്നം, അത്ഭുതങ്ങൾ കാണുന്നിടത്ത് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ വെളിപ്പെടുത്തും. എന്നാൽ സഹനങ്ങളിലും വേദനകളിലും ഇതേ ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ട നമ്മൾ വെളിപ്പെടുത്താതെ പോവുകയും ചെയ്യും. സുവിശേഷത്തിൽ കടന്നു പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ രോഗിയാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് ആളെ അയക്കുന്നുണ്ട് സഹോദരിമാർ. അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. കർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്നതാണ് ലാസർ രോഗിയായിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. ആ രോഗം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും. അപ്പം അത്ഭുതങ്ങൾ മാത്രമല്ല ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം തരുന്ന, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചെറുതും വലുതുമായ സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ചില സഹനത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മെ നടത്തിക്കൊണ്ട് പോകുമ്പോഴും ആ അനുഭവത്തിലും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു അന്ധനെ വിളിച്ചിട്ട് ബാക്കിയുള്ളൊരു അപ്പസ്തലന്മാർ ചോദിക്കും, അത് ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണ്? അല്ല, ഇവനിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ അന്ധതയ്ക്ക് സൗഖ്യം നൽകിയപ്പോൾ അവിടെ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ ചില സഹനങ്ങളെ, ചില വേദനകളെ, ദൈവം അനുവദിക്കുന്ന ദുഃഖങ്ങളെ, കണ്ണുനീരിലൊക്കെ ദൈവത്തിൻ്റെ മഹത്വം
വെളിപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്ഭുതങ്ങളിൽ മാത്രം ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളിലൊരു അത്ഭുതം നടക്കുമ്പോൾ ദൈവം വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു, അല്ല. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെയൊക്കെ എങ്ങനെ നാം എടുക്കുന്നു എന്നുള്ളതും എങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതും നമ്മളിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്ന അനുഭവമാണ്. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കാരിത്താസിൽ ഒരു ക്യാൻസർ രോഗിയെ ഏതാനും ദിവസങ്ങൾ വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് പോയ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, അനേകം വിശുദ്ധരുടെ ജീവിതം, അവരുടെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധർ മരണത്തിൻ്റെ മുമ്പിൽ എന്നുള്ളൊരു ചെറിയൊരു പുസ്തകമുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ള. അതായത് വളരെ സ്നേഹത്തോടും വളരെ സന്തോഷത്തോടും കൂടി ഇവിടെ സഹനങ്ങളെയും മരണത്തെയും ആശ്ലേഷിച്ച വിശുദ്ധരെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിശുദ്ധൻ ഒരു വിശുദ്ധ മരണത്തെ എങ്ങനെ നേരിടുന്നുവോ അങ്ങനെയായിരുന്നു ഈ സഹോദരി ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ക്യാൻസർ വന്നിട്ട് ശരീരം മുഴുവൻ തൊട്ട, ഈ രോമകൂമങ്ങളെ തൊട്ടാൽ പോലും വേദനിക്കുന്ന അത്രമാത്രം കാഠിന്യമേറിയൊരു ക്യാൻസർ രോഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വേദന ഉണ്ടായിട്ടും ആ വേദനയുടെ അല്പം പോലും വെളിപ്പെടുത്താതെ വിശുദ്ധ കുർബാന കൊണ്ട് ചെല്ലുമ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല, കട്ടിലെ കിടക്കുക, വയറൊക്കെ ഇങ്ങനെ വീർത്ത് അസ്വസ്ഥപ്പെട്ട്. എന്നാലും ജീവിത പങ്കാളിയെടുത്ത് പറഞ്ഞ് ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തും. എന്നിട്ട് ഞാൻ വിശുദ്ധ കുർബാന കൊടുത്ത് സ്വീകരിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമാണ്, ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ അച്ഛാന്ന്. ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ അച്ഛാന്ന്. എന്താ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ സഹനത്തിൻ്റെ മരണം നിഴൽ വീണ അനുഭവത്തിൻ്റെ നടുവിലും തൻ്റെ സഹനത്തിലും ദൈവത്തിൻ്റെ മഹത്വം തന്നിലൂടെ വെളിപ്പെടുത്താൻ ഇവൾ അനുവദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതുമാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന വിസ്മയഭരിതരായി നിൽക്കുന്ന അപ്പസ്തോലന്മാരോടാണ് കർത്താവ് പറഞ്ഞത്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട ഒരു രഹസ്യമാണ്. എന്താണത്? സഹനങ്ങളിലും പീഡാനുഭവങ്ങളിലും കുരിശുമരണത്തിലൊക്കെ വെളിപ്പെടുന്നത് അതേ ദൈവത്തിൻ്റെ മഹത്വമാണെന്ന്. ഈ മഹത്വം നമ്മുടെ അനുദിന ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ജീവിതത്തിൻ്റെതായ സങ്കടങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, വിശ്വാസം ക്ഷയിക്കുന്ന, പ്രാർത്ഥനാ ജീവിതം മുറിഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ട്. നമുക്കെടുക്കാനും സഹിക്കാനും പറ്റാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമ്മെ അതിന് ബലപ്പെടുത്തട്ടെ. ആമേൻ.